ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഫരീദാബാദ് അൽഫള യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരടങ്ങിയ തീവ്രവാദ സംഘം കഴിഞ്ഞ 2 വർഷമായി ഡൽഹിയിൽ ആസൂത്രണം ചെയ്തത് വൻ സ്ഫോടനങ്ങൾ. കുനാട്ട് പ്ലേസ്, മയൂർ വിഹാർ, റെഡ് ഫോർട്ട് അടക്കം 6 ഇടങ്ങളിൽ ഡിസംബർ 6-ന് ഒരേ സമയം ആക്രമണങ്ങൾ നടത്താനായിരുന്നു പദ്ധതി. ഡോക്ടർമാരായ ഉമർ നബിയുടെയും മുസമിൽ ഗനായുടെയും മുറികളിൽ നിന്ന് കണ്ടെത്തിയ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പിടിച്ചെടുത്ത നോട്ട്ബുക്കുകളിലും ഡയറികളിലും നവംബർ 8 മുതൽ 12 വരെയുള്ള തീയതികളോടുകൂടിയ രഹസ്യ കോഡുകളും പേരുകളും നമ്പറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒന്നിലധികം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന്റെ സൂചനയാണ് നൽകുന്നത്. ഓപ്പറേഷൻ എന്ന വാക്ക് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. പ്രതികളായ ഉമർ നബി, ഡോക്ടർ മുസമിൽ ഗനായി, ഡോക്ടർ അദീൽ, ഡോക്ടർ ഷഹീൻ എന്നിവർ ചേർന്ന 20 ലക്ഷം രൂപയോളം സമാഹരിച്ച് ഉമറിന് കൈമാറി. ഗുരുഗ്രാം, നൂഹ്, സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ IED നിർമ്മിക്കാനായി 20 കിൻഡലിലധികം NPK വളം സംഘടിപ്പിച്ചത് ഈ തുക ഉപയോഗിച്ചാണ്. ബോംബ് നിർമ്മാണത്തിനായി സർവകലാശാല ലാബിൽ നിന്ന് രാസവസ്തുക്കൾ മോഷ്ടിച്ചു. മുസമിലിന്റെ മുറിയിൽ ബോംബ് നിർമ്മിക്കാൻ പരീക്ഷണങ്ങൾ നടത്തിയതായും കണ്ടെത്തി. കൂട്ടാളികൾ പിടിക്കപ്പെട്ടതോടെയാണ് പെട്ടെന്ന് സ്ഫോടനം നടത്താൻ ഡോക്ടർ ഉമർ തീരുമാനിച്ചത്. കാറിന്റെ പിൻസീറ്റിൽ വെച്ച് സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതി. അതിനാണ് കാർ ചെങ്കോട്ടയിൽ 3 മണിക്കൂറോളം പാർക്ക് ചെയ്തത്. തിരക്ക് കുറഞ്ഞത് കാരണം പദ്ധതി മാറ്റി. ചെങ്കോട്ട സിഗ്നലിന് സമീപം സ്ഫോടനം പെട്ടെന്ന് തയ്യാറാക്കിയ പദ്ധതിയെന്നാണ് നിഗമനം. ഡൽഹിയിൽ 11 മണിക്കൂറോളം ഹണ്ടേ I-20 വാഹനത്തിൽ കറങ്ങിയതും കാൽനടയാത്രക്കാർ കൂടുതലുള്ള സ്ഥലം ലക്ഷ്യമിട്ടായിരുന്നു. കൊണാട്ട് പ്ലേസിൽ ഉമർ കാറിൽ കറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 32 വാഹനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സജ്ജമാക്കാനാണ് പദ്ധതിയിട്ടിരുന്നത്. ഇതിനായി 4 വാഹനങ്ങളാണ് ഇവർ വാങ്ങിയത്. ഇതിൽ 3ാമത്തെ വാഹനമായ മാരുതി ബ്രസ കാർ അൽഫല സർവകലാശാല ക്യാമ്പസിൽ നിന്ന് പോലീസ് കണ്ടെത്തി. അതിനിടെ സ്ഫോടനം നടന്ന സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ വീണ്ടും മൃതദേഹഭാഗം കണ്ടെത്തി. കൈപ്പത്തിയാണ് കിട്ടിയത്. 24 ഡൽഹി. ഡൽഹി സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച I-20 കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ മുഹമ്മദ് തന്നെ എന്ന് സ്ഥിരീകരണം. ഡോക്ടർ ഉമർ പ്രവർത്തിച്ചത് ഉകാസ എന്ന തുർക്കി ആസ്ഥാനമായ രഹസ്യ ഹാൻഡിലിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് എന്നാണ് കണ്ടെത്തൽ. വൈറ്റ് കോളർ ഭീകര സംഘത്തെ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധിപ്പിച്ചത് ഉകാസയാണ്. തുർക്കിയിൽ വെച്ചാണ് പ്രതികൾ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായി കൂടിക്കാഴ്ച നടത്തിയത്. കുടുംബാംഗങ്ങളുടെ DNA സാമ്പിൾ പരിശോധനയിലാണ് സ്ഫോടനത്തിൽ ഡോക്ടർ ഉമർ മുഹമ്മദും കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചത്. പ്രതികൾ വൻ ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്തതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഡിസംബർ 6-ന് ആക്രമണം നടത്താനായിരുന്നു പദ്ധതി. ഡോക്ടർ ഉമർ മുഹമ്മദും ഡോക്ടർ മുസ്മിൻ ഷക്കീലും തുർക്കി സന്ദർശിച്ചതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഇരുവരുടെയും പാസ്പോർട്ടുകളിൽ തുർക്കി ഇമിഗ്രേഷൻ സ്റ്റാമ്പുകൾ കണ്ടെത്തി. തുർക്കി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷമാണ് ഡോക്ടർ മുസമ്മിൽ അൽഫല മെഡിക്കൽ കോളേജിൽ ചേർന്നത്. ഡോക്ടർ അദീലിന് സഹാറൻപൂരിലായിരുന്നു നിയമനം. റിക്രൂട്ട്മെന്റിനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിയമനം തെരഞ്ഞെടുക്കുകയായിരുന്നു. ഡോക്ടർ ഉമർ മുഹമ്മദ് രഹസ്യ ഹാൻഡിലായ ഉകാസയുമായി നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു. ഇയാളെ കാണാനാണ് ഡോക്ടർ ഉമർ തുർക്കിയിൽ പോയതെന്നും ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉമർ ഉകാസയുമായി പങ്കുവച്ചുവെന്നും വിവരമുണ്ട്. ഉകാസ എന്ന വാക്കിന് അറബിയിൽ ചിലന്തി എന്നർത്ഥം. തുർക്കി കേന്ദ്രീകരിച്ചുള്ള ഉകാസ എന്ന രഹസ്യ ഹാൻഡിലിനു പിന്നിൽ ആര്? അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. വൈറ്റ് കോളർ ഭീകര സംഘത്തെ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധിപ്പിച്ചത് ഉകാസ എന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വിനീത VG 24 ഡൽഹി. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ തകർന്ന് വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശിയായ രാജേഷാണ് മരിച്ചത്. അപകടത്തിൽ കരാർ കമ്പനിയെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. പുലർച്ചെ 2:30-ക്കായിരുന്നു അപകടം. ഗർഡറുകൾ ഹൈഡ്രോളിക് ജാക്കുകൾ ഉപയോഗിച്ച് ഉയർത്തുന്നതിനിടെ നിലം പതിക്കുകയായിരുന്നു. ചരക്കുമായി എറണാകുളം ഭാഗത്തേക്ക് പോയ രാജേഷിന്റെ പിക്കപ്പ് വാനിന് മുകളിലേക്കാണ് 100 ടൺ വീതം ഭാരമുള്ള ഗർഡറുകൾ വീണത്. വാഹനം പൂർണ്ണമായി തകർന്നു. ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. ഹൈഡ്രോളിക് ജാക്കിന്റെ സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്ന കരാർ കമ്പനി അശോക ബിൽഡ്കോണിന്റെ വിശദീകരണം. പ്രാഥമിക വിവരം അനുസരിച്ച് നമ്മളിത് സ്ലൈഡ് ചെയ്തതാണ്. ജാക്ക് ചെയ്ത് ബിയറിംഗ് വെക്കേണ്ട ടൈമാണ്. ആ ടൈമിൽ അത് ജാക്ക് ഫെയിലർ ആയെന്നാണ് കിട്ടിയിരിക്കുന്ന അറിവ്. ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ഉയർത്തി വെച്ച സമയത്ത് ജാക്ക് ഫെയിലിയറായി ഇത് താഴെ വീണെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ സമയത്ത് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വാഹന നിയന്ത്രണം പറഞ്ഞിരുന്നു, ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്താ സംഭവിച്ചത് പരിശോധിക്കാം.
പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ചെന്നും മന്ത്രി. ഇത് സംഭവിച്ച ഉടനെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെയാണോ വീഴ്ച അത് പരിശോധിക്കണം, മേലിൽ ആവർത്തിക്കാത്ത നിലയിൽ ഇടപെടേണ്ടതുണ്ട്. കരാർ കമ്പനിക്കെതിരെ നരഹത്യക്ക് കേസെടുത്തു. അതേസമയം നഷ്ടപരിഹാര കാര്യത്തിൽ തീരുമാനമാകാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന നിലപാടിലാണ് കുടുംബം. ദേശീയപാത അതോറിറ്റിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ ആരും ബന്ധപ്പെട്ടിട്ടില്ലെന്നും ആരോപണം. 24 ആലപ്പുഴ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് വരും മണിക്കൂറുകൾ നിർണായകം. സാവകാശം തേടിയെങ്കിലും നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ഹാജരായില്ലെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കാനാണ് SITയുടെ നീക്കം. അതിനിടെ 2019 വിവാദ ഫയലുകൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡ് സ്ഥലം മാറ്റി. ശബരിമലയിലെ സ്വർണം പൂശിയ കട്ടിളപ്പാളി ചെമ്പന്ത് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണെന്ന SIT കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടാണ് പത്മകുമാറിന് കുരുക്കായത്. അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്ക് വ്യക്തമാക്കുന്നതാണ് N വാസു SITക്ക് നൽകിയ മൊഴി. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ ഇടപെടലിനെ കുറിച്ച് കൃത്യമായ തെളിവ് ലഭിച്ചാൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കും. അന്നത്തെ ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരെയും ഉടൻ ചോദ്യം ചെയ്യും. കേസിൽ 8ാം പ്രതിയാണ് 2019 ബോർഡ്. N വാസു ദേവസ്വം കമ്മീഷണറായിരിക്കെ ഓഫീസിലുണ്ടായിരുന്ന ക്ലർക്ക്, ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ എന്നിവരെയും പ്രതി ചേർത്തേക്കും. 2 കേസുകളിലെയും പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് ഇന്ന് അവസാനിക്കും. കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. അതേസമയം 2019 വിവാദ ഫയലുകൾ കൈകാര്യം ചെയ്ത ശബരിമല സെക്ഷൻ ക്ലർക്ക് ശ്യാം പ്രകാശിന് നിർബന്ധിത അവധി നൽകിയതിന് പിന്നാലെ സ്ഥലം മാറ്റി. ഇതിനിടെ സ്വർണം പൂശിയ പാളുകൾ പരിശോധിക്കാൻ അനുമതി തേടി SIT തന്ത്രിക്ക് കത്ത് നൽകി. ആചാരപ്രകാരം അനുമതി വാങ്ങി ഉടൻ പരിശോധന നടത്താനാണ് SIT നീക്കം. അതിനിടെ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തള്ളി. 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതി മരവിപ്പിച്ച് കത്തയച്ചതിന് പിന്നാലെ CPS സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി. RSSനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന് ശിവൻകുട്ടി തുറന്നടിച്ചു. ഒരു പ്രകോപനത്തിലും വീഴാൻ CPI ഇല്ലെന്നും വി ശിവൻകുട്ടി ഇത്രയും പ്രകോപിതരാകാൻ കാരണം അറിയില്ല എന്നുമായിരുന്നു CPS സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. PMC പദ്ധതി മരവിപ്പിക്കാൻ കത്തയച്ചതോടെ CPI തർക്കം അവസാനിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ പുതിയ വിവാദം തുടങ്ങുകയായിരുന്നു. കത്തയച്ചത് LDFന്റെ രാഷ്ട്രീയ വിജയമെന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന തള്ളിക്കൊണ്ടാണ് വി ശിവൻകുട്ടിയുടെ പ്രതികരണം. ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഇടതുപക്ഷ ആശയം പഠിക്കേണ്ട ഗതികേട് CPIMനില്ല. മന്ത്രിസഭാ ഉപസമിതിയെ പോലും ബിനോയ് വിശ്വം പുച്ഛത്തോടെയാണ് കണ്ടത്. SSK ഫണ്ട് ഇനി കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രിക്കല്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ആരെങ്കിലും ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ ഒരു കൂട്ടരുടെ പരാജയമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ആ നയം കൂടിയാലോചനയിലൂടെ പരിഹാരം കാണണമെന്നുള്ളതിലേക്ക് തീരുമാനിച്ചു. PMC വിഷയത്തിൽ കത്തയച്ചത് LDF രാഷ്ട്രീയത്തിൻ്റെ വിജയം, ജനഹിതത്തിലുള്ള വാർത്തയാണ് ബിനോയ് വിശ്വം. അത് താഴോട്ട് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആരെ പറ്റിയാണ് എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത് സംബന്ധിച്ച് നന്നായി മനസ്സിലാകും. നമ്മളൊന്നും മണ്ടന്മാരൊന്നുമല്ലല്ലോ കേരളത്തിൽ. ആ രൂപീകരിച്ച കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പോലും പുച്ഛമായിട്ടില്ലേ പറഞ്ഞു. എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനങ്ങൾ. ശിവൻകുട്ടി പ്രകോപിതനാകാൻ കാരണം എന്താണെന്ന് അറിയില്ലെന്നും ശിവൻകുട്ടിയെ രാഷ്ട്രീയ ബോധം പഠിപ്പിക്കാൻ താൻ ആളല്ലെന്നും ബിനോയ് വിശ്വം മറുപടി നൽകി. ഇപ്പോൾ ഈ സമയത്ത് ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനാകാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. PMC പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും മന്ത്രിസഭാ ഉപസമിതി തീരുമാനപ്രകാരം മുന്നോട്ടു പോകുമെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതിയിലാണ് അത് സമർപ്പിക്കേണ്ടിയിരുന്നത് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ കോടതി ഈ നിരീക്ഷണം നടത്തുകയായിരുന്നു. ഹർജിയിൽ കോടതി നാളെ വിധി പറയും. തദ്ദേശ തിരഞ്ഞെടുപ്പും SIRഉം ഒരേ സമയത്താണ് നടക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥക്ഷാമത്തിനും ഭരണസ്തംഭനത്തിനും ഇടയാക്കും. ഇക്കാര്യം കാണിച്ച ചീഫ് സെക്രട്ടറിക്ക് കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കത്തയച്ചിട്ടും മറുപടി ലഭിച്ചില്ല. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. SIRന് അടിയന്തര പ്രാധാന്യമില്ലെന്നും സർക്കാർ ഹർജിയിൽ പറയുന്നു.
നടപടികൾ നീട്ടിവെക്കണമെന്നാൽ പരോക്ഷമായി SIR തടസ്സപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു. നടപടികൾ 55% പൂർത്തിയായ ഈ ഘട്ടത്തിൽ നിർത്തിവെക്കുന്നത് പ്രായോഗികമല്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് SIR പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരും കേരളത്തിന്റെ ആവശ്യത്തെ എതിർത്തു. SIRുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് സുപ്രീം കോടതിയാണെന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. സർക്കാർ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച് നാളെ വിധി പറയും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. എക്സിറ്റ് പോൾ ഫലങ്ങൾ വൻ വിജയം പ്രവചിച്ചതിന്റെ ആവേശത്തിലാണ് NDA ക്യാമ്പ്. റെക്കോർഡ് പോളിംഗ് ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവെന്ന് മഹാസഖ്യം കണക്കുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പ്രേക്ഷകരിലെത്തിക്കാൻ ടീം 24 സജ്ജം. വാശിയേറിയ പ്രചാരണം, ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ്, എല്ലാത്തിനുമൊടുവിൽ അധികാരം ആരുടെ കൈകളിലേക്കെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം നീളുന്ന കാത്തിരിപ്പാണിനി. 38 ജില്ലകളിലായി 46 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമായി കഴിഞ്ഞു. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണി തുടങ്ങും. എക്സിറ്റ് പോളുകൾ വൻ വിജയമാണ് NDAക്ക് പ്രവചിക്കുന്നത്. JDU കൂട്ടത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്നും. നിതീഷ് വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്കെന്ന് ഉറപ്പിക്കുന്നു മുന്നണി. കടുവ ജീവനോടെ തന്നെ ഉണ്ടെന്ന പോസ്റ്ററുകൾ JDU ഓഫീസിന് മുന്നിൽ ഇന്ന് കണ്ടു. എക്സിറ്റ് പോളിൽ പിന്നിലാണെങ്കിലും ജനങ്ങൾ നൽകിയ എക്സാറ്റ് പോളിൽ വൻ വിജയം നേടുമെന്ന് RJD നേതാവ് മൃത്യുഞ്ജയ് തിവാരി പറഞ്ഞു. ബീഹാറിൽ വൻതോതിൽ വോട്ടുകൊള്ള നടന്നിട്ടുണ്ടെന്ന് ആം ആദ്മി നേതാവ് സഞ്ജയ് സിംഗ് ഇന്ന് പറഞ്ഞു. ഇന്നലെ റോത്താസ് ജില്ലയിലെ ഒരു ചന്തയിൽ EVMകൾ നിറച്ച ഒരു ട്രക്ക് എത്തിയെന്ന പ്രചാരണമുണ്ടായി. സ്ഥാനാർത്ഥികളോടൊപ്പം ട്രക്ക് പരിശോധിച്ചെന്നും വെറും കാലിപ്പെട്ടികളാണ് ഉണ്ടായിരുന്നതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. 24, പട്ന. പാലക്കാട് CPMൽ PK ശശി, EN സുരേഷ് ബാബു നേർക്കുനേർപ്പോര്. മാർക്സിസം കള്ളിന്റെയും കഞ്ചാവിന്റെയും ഗന്ധമുള്ള പുത്തൻ കുപ്പായത്തിന്റെ ചുവപ്പ് പോക്കറ്റിൽ നിന്ന് PK ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നത് കൊണ്ടാണ് PK ശശി ബ്രാഞ്ചിൽ ഇരിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ തിരിച്ചടി. ലണ്ടനിലെ മാർക്സിന്റെ ശവകുടീരത്തിന് സമീപത്തു നിന്നുള്ള ഫോട്ടോ പങ്കുവെച്ചാണ് PK ശശിയുടെ കുറിപ്പ്. സ്പിരിറ്റും കള്ളും കൂട്ടിച്ചേർക്കുമ്പോഴത്തെ രസതന്ത്രം മാത്രം അറിയുന്നവർക്ക് കമ്മ്യൂണിറ്റി സ്പിരിറ്റിന്റെ കെമിസ്ട്രി മനസ്സിലാവില്ല. കൂടെ നിൽക്കേണ്ടവരെയും കൂട്ടിനിരിക്കേണ്ടവരെയും കണ്ണുരുട്ടി പേടിപ്പിച്ച് മൗനികളും അടിമകളുമാക്കി മാർക്സിസം പ്രയോഗിക്കാൻ ആകില്ലെന്നും പോസ്റ്റിലുണ്ട്. 2 ആഴ്ച മുൻപ് പാലക്കാട് മീനാക്ഷിപുരത്ത് സ്പിരിറ്റ് ശേഖരം പിടിച്ച കേസിൽ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ അടുപ്പക്കാരനും പെരുമാട്ടി ലോക്കൽ സെക്രട്ടറിയും സഹായിയും ജയിലിലായിരുന്നു. ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നതുകൊണ്ടാണ് PK ശശി ബ്രാഞ്ചിൽ ഇരിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. അതുകൊണ്ടാണ് PK ശശി ബ്രാഞ്ചിൽ ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് PK ശശി ബ്രാഞ്ചിലും PK ശശി ഉന്നം വയ്ക്കുന്നവർ നേതൃത്വത്തിലും ഇരിക്കുന്നത്, മനസ്സിലായോ? അതാണ് അതിന് ഉത്തരം. ഏറെ നാളായി ഔദ്യോഗിക പക്ഷവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് PK ശശി. അച്ചടക്ക നടപടിയുടെ പേരിലാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തിയത്. 24, പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനത്തെ ചൊല്ലി കൊല്ലം കോൺഗ്രസിൽ ഭിന്നത. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണയ്ക്കെതിരെ കൊല്ലം DCCക്ക് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ബിന്ദു കൃഷ്ണ BJP ഏജന്റ് എന്ന വിമർശനം ഉന്നയിച്ചായിരുന്നു പോസ്റ്റർ. പോസ്റ്ററിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെന്ന് ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. കൊല്ലം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കോൺഗ്രസിൽ തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ BJP ഏജന്റോ എന്ന ചോദ്യമാണ് പോസ്റ്ററിലുള്ളത്. കോൺഗ്രസ് ജയിക്കുന്ന കോയിക്കൽ സീറ്റ് പണം വാങ്ങിയാണോ വിറ്റതെന്നാണ് മറ്റൊരു പോസ്റ്ററിലെ ആരോപണം. 95% മുസ്ലിം വോട്ടുള്ള കൊല്ലൂർ വിളയിൽ NSSന് എന്ത് കാര്യമെന്നും വിമർശനം. ബിന്ദു കൃഷ്ണയുടെ ബിസിനസ് പാർട്ണർക്ക് നൽകാനുള്ളതല്ല കൊല്ലൂർ വിള സീറ്റെന്നും പോസ്റ്ററിൽ ആരോപണം. അതേസമയം ആരോപണങ്ങളെ തള്ളി ബിന്ദു കൃഷ്ണ രംഗത്ത് വന്നു. സ്വാഭാവികമായും കൊല്ലം കോർപ്പറേഷനിൽ UDFന് ഒരു മുൻതൂക്കമുണ്ട് എന്ന സാഹചര്യത്തിലാണ് ഇത്തരം പോസ്റ്ററുകളെയും ആരോപണം. ഇതല്ല, ഇതിനപ്പുറവും വരാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയമായി അവരുടെ നേട്ടങ്ങൾ പറയാൻ കഴിയാതെ ഇത്തരത്തിലുള്ള എന്താ പറയുക, നാഥനില്ലാത്ത രീതിയിലുള്ള പോസ്റ്ററുകളും പ്രചാരണങ്ങളൊക്കെ നടത്തും. അതിനെല്ലാം പൊതുജനം, പ്രത്യേകിച്ച് കൊല്ലത്തെ പ്രബുദ്ധരായ ജനത തള്ളിക്കളയും. കോൺഗ്രസിനുള്ളിൽ ഭിന്നതയില്ലെന്നും ഇനിയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടേക്കാമെന്നും ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. 24, കൊല്ലം. സന്ദേശം എന്ന സിനിമയിലേതിന് സമാനമായ രാഷ്ട്രീയ പോരാട്ടമാണ് വയനാട് മാനന്തവാടിയിൽ നടക്കുന്നത്. 2 വ്യത്യസ്ത ചേരികളിലാണ് ഇവിടെ സഹോദരങ്ങൾ മത്സരിപ്പിക്കുന്നത്.
കോട്ടപ്പള്ളി പ്രഭാകരനും KRP എന്ന കോട്ടപ്പള്ളി പ്രകാശനും ഒരു കുടുംബത്തിലെ 2 രാഷ്ട്രീയ ധ്രുവങ്ങളാണ്. അതുപോലെ അനവധി കുടുംബങ്ങളുണ്ടാകും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 രാഷ്ട്രീയ നിലപാടിൽ നിൽക്കുന്ന സഹോദരങ്ങൾ മാറ്റുരയ്ക്കുന്ന കാഴ്ച മാനന്തവാടിയിൽ നിന്നാണ്. നഗരസഭയുടെ 22ാം ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി ലീഗ് നേതാവ് കൂടിയായ ചാത്തമ്പത്ത് കുഞ്ഞബ്ദുള്ള, LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സഹോദരൻ ചാത്തമ്പത്ത് ആബൂട്ടിയും, MSFൽ നിന്ന് രാഷ്ട്രീയം തുടങ്ങിയ കുഞ്ഞബ്ദുള്ള മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും STU സംസ്ഥാന സെക്രട്ടറിയുമാണ്. കുഞ്ഞബ്ദുള്ളയ്ക്ക് ഇത് കന്നിയംഗം. അതിൽ നമ്മുടെ രാഷ്ട്രീയപരമായ ഒരു പോരാട്ടം തന്നെയാണ്. LDF UDF തമ്മിലുള്ള മത്സരമാണ്. പിന്നെ എന്നെ ആദ്യം ഡിക്ലെയർ ചെയ്ത് അതിനുശേഷം പിന്നീടാണ് അറിയുന്നത് വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ വന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ശരിയായ പോരാട്ടം തന്നെ ഇവിടെ നടക്കുന്നത്. മറ്റേ കുടുംബ ഇതായിട്ടോ മറ്റുള്ള യാതൊരു ഇതുമില്ല. രണ്ടുപേരും രാഷ്ട്രീയമായി തന്നെ. 1980 മുതൽ CPIM പ്രവർത്തകനാണ് ആബൂട്ടി. നേരത്തെ 2 തവണ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച അനുഭവമുണ്ട്. അന്ന് പരാജയമെങ്കിലും ഇന്ന് ചരിത്രം മാറുമെന്നാണ് ആത്മവിശ്വാസം. നല്ല പ്രതീക്ഷയുള്ള ഒരു ഡിവിഷനാണ്. LDFിന് ജയിക്കാൻ സാധ്യതയുള്ള ഒരു ഡിവിഷനാണ്. പിന്നെ ഏട്ടനുള്ള കാഴ്ചപ്പാടല്ല ഇവിടെ. LDF UDF മത്സരമാണ്. നേരത്തെ മുസ്ലിം ലീഗ് സീറ്റായിരുന്ന ചെറ്റപ്പാലം ഡിവിഷൻ കഴിഞ്ഞ തവണ LDF വിജയിച്ചിരുന്നു. വാർഡ് പുനർനിർണയത്തിൽ തങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടെന്നാണ് UDFന്റെ അവകാശവാദം. സഹോദരങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കൃത്യമായ രാഷ്ട്രീയ മത്സരം തന്നെയാണ് ചെറ്റപ്പാലത്ത് നടക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നടത്തുന്ന സമരത്തിൽ ഭിന്നത. KGMCT ആഹ്വാനം ചെയ്ത സമരത്തിൽ നിന്ന് കേരള ഗവൺമെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷൻ വിട്ടുനിന്നു. ഡോക്ടേഴ്സിന്റെ OP ബഹിഷ്കരണത്തിൽ പൊതുജനം വലഞ്ഞു. ശമ്പള പരിഷ്കരണ കുടിശ്ശിക വിതരണം ചെയ്യുക, സംസ്ഥാനത്ത് പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിന് മുൻപ് ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുക, ഡോക്ടർമാരുടെ അശാസ്ത്രീയമായ പുനർവിന്യാസം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KGMCTയുടെ OP ബഹിഷ്കരണം. സമരത്തെക്കുറിച്ച് അറിയാതെ മെഡിക്കൽ കോളേജുകളിലെത്തിയ രോഗികൾ അക്ഷരാർത്ഥത്തിൽ വലഞ്ഞു. അല്ലല്ല, ഇപ്പൊ വന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞതാണ് സമരമാണെന്ന്. ആരെങ്കിലും കാണിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഇല്ലാന്ന് ഡോക്ടർ ഇല്ലാന്ന്. PG ഡോക്ടർമാരെ നടത്തുള്ളൂ, മെയിൻ ഡോക്ടർമാരെ ആരുമില്ല. ബുധനാഴ്ച വന്ന വ്യാഴാഴ്ച ആയി, വീണ്ടും അങ്ങനെ ഇന്ന് വന്നു. ഇന്ന് ഡോക്ടർമാരില്ലാത്ത അറിയില്ല. തിങ്കളാഴ്ച വരണ്ടാന്ന് പറഞ്ഞ് ഇന്ന് വരാൻ പറഞ്ഞ. ഞങ്ങളിപ്പോ എത്രയോ ദൂരത്തുനിന്ന് വരിക, ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായത്. PG ഡോക്ടർമാരെ ഉപയോഗിച്ചാണ് OP മുന്നോട്ട് പോയത്. വിദ്യാർത്ഥികളുടെ തിയറി പ്രാക്ടിക്കൽ ക്ലാസുകളും ബഹിഷ്കരിച്ചു. എന്നാൽ KGMCTയെ സമരത്തെ തള്ളി കേരള ഗവൺമെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി. ശമ്പള പരിഷ്കരണം അടക്കം പല കാര്യങ്ങളും കോടതി പരിഗണിക്കുന്ന വിഷയമാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ സർക്കാരിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ലെന്നും KGPMTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അജിത് പ്രസാദ് JS 24നോട് പറഞ്ഞു. ഇതിന് പല കാര്യങ്ങളും കോടതി പരിഗണിക്കുന്ന വിഷയങ്ങളാണ്. അത് കോടതിയിലൂടെ മാത്രമേ അതിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് സർക്കാരിന് നയപരമായ തീരുമാനങ്ങൾ ഒന്നും തന്നെ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ 2 കാരണങ്ങളാണ് ഞങ്ങളെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഞങ്ങളാണ് ഇതിനകത്തെല്ലാം കേസ് കൊടുത്തിരിക്കുന്നത്. കേസും കൊടുത്തിട്ട് സമരത്തിന് പോവാന്ന് പറയുന്നത് അതൊരു നൈതികതയല്ല. ആരോഗ്യമന്ത്രിയിൽ നിന്ന് ഉറപ്പ് ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് KGMCTA നിലപാട്. ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിച്ച് അവയെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിന് പകരം കേവലം തട്ടിക്കൂട്ട് പെട്ടിക്കടകൾ പോലുള്ള മെഡിക്കൽ കോളേജുകളെ ആക്കിക്കൊണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടാൻ സംഘടന ഒരിക്കലും അനുവദിക്കുകയില്ല എന്നുള്ളതിന്റെ സമരപ്രഖ്യാപനം കൂടിയാണ് ഈ പ്രതിഷേധങ്ങൾ. ഈ മാസം 21, 29 തീയതികളിലും OP ബഹിഷ്കരിക്കാനാണ് KGMCTA തീരുമാനം. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. മരിച്ച ശിവപ്രിയയുടെ ബന്ധുക്കളിൽ നിന്ന് വിദഗ്ധ സംഘം മൊഴിയെടുത്തു. നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും നീതി വേണമെന്നും ഭർത്താവ് മനു പ്രതികരിച്ചു. തിരുവനന്തപുരം കരിക്കകം സ്വദേശി ശിവപ്രിയ പ്രസവശേഷമുണ്ടായ അണുബാധയെ തുടർന്ന് മരിച്ചെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം. രാവിലെ SIT ആശുപത്രിയിലെത്തി കുടുംബം 4 അംഗ ഡോക്ടേഴ്സ് സംഘത്തിന് മുന്നിൽ മൊഴി നൽകി. വീഴ്ച വന്നത് SITയുടെ ഭാഗത്തുനിന്ന് തന്നെയാണെന്ന് ഭർത്താവ് മനു പറഞ്ഞു. എനിക്ക് ഇതിൽ വലിയ വിശ്വാസമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് എൻ്റെ അമ്മ മരണപ്പെട്ടു. ഇത്രയും ദിവസമായിട്ട് SIT ഭാഗത്തു നിന്ന് വിളിച്ച് ചോദിക്കുക കുഞ്ഞിന് ആരോഗ്യനില എങ്ങനെയുണ്ടോയെന്ന് ഇതുവരെ തിരക്കിയിട്ട് പോലും ഇല്ല. അപ്പോൾ എനിക്കിതിൽ വലിയ വിശ്വാസം
പോരാ. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം HOD ഡോക്ടർ സംഗീത, ക്രിട്ടിക്കൽ കെയർ HOD ഡോക്ടർ ലത, സർജറി വിഭാഗം മേധാവി ഡോക്ടർ സജികുമാർ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇൻഫെക്ഷൻ ഡിസീസ് HOD ജൂബി ജോൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. വെള്ളിയാഴ്ച മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. 24 തിരുവനന്തപുരം. കേരള സർവകലാശാലയിൽ വിപിൻ വിജയന്റെ PhD ഓപ്പൺ ഡിഫൻസിൽ നടന്ന നാടകീയ സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്ത്. വിപിന് PhD നൽകരുത് എന്ന് ഓപ്പൺ ഡിഫൻസ് ചെയർമാനായ അധ്യാപകനെ മറികടന്ന് ഡീൻ CN വിജയകുമാരി ആവശ്യപ്പെട്ടു. എന്നാൽ ചെയർമാൻ പരസ്യമായി വിജയകുമാരിയെ തള്ളി. ഡീൻ സംസാരിക്കുമ്പോൾ വിപിൻ വിജയൻ മൈക്ക് എടുത്തു മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. കഴിഞ്ഞ മാസം 15-ന് കാര്യവട്ടം ക്യാമ്പസിലെ സെമിനാർ ഹാളിൽ നടന്ന ഓപ്പൺ ഡിഫൻസിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വിപിൻ വിജയന്റെ പ്രബന്ധത്തിൽ തിരുത്തലുകൾ വരുത്തി സർവകലാശാലയ്ക്ക് വീണ്ടും സമർപ്പിക്കണമെന്ന് വേദിയിൽ ഡോക്ടർ CN വിജയകുമാരി ആവശ്യപ്പെട്ടു. ഇത് ഈ കറക്ഷൻ വരുത്തിയിട്ട് തന്നെ വിപിൻ ഇത് സർവകലാശാലയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ ഓപ്പൺ ഡിഫൻസ് ചെയർമാനായ ഡോക്ടർ അനിൽ പ്രതാപ് ഗിരി വിജയകുമാരിയുടെ നിലപാട് പൂർണ്ണമായും തള്ളി. വിപിന്റെ പ്രബന്ധം അംഗീകരിക്കുന്നതായും അനിൽ പ്രതാപ് ഗിരി പരസ്യമായി പറഞ്ഞു. പ്രബന്ധം അംഗീകരിക്കുന്നു എന്ന ചെയർമാന്റെ നിലപാട് കയ്യടിയോടെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. എന്നാൽ വീണ്ടും പ്രബന്ധത്തെ തള്ളി വിജയകുമാരി രംഗത്തെത്തി. ഇതോടെ വിപിൻ വിജയൻ വേദിയിൽ കയറി മൈക്കെടുത്ത് ഒരു തിരുത്തലുമില്ല എന്നും പറഞ്ഞു. വിപിൻ വിജയന്റെ ജാതി അധിക്ഷേപ പരാതിക്കൊപ്പം ഡീൻ വിജയകുമാരിയും പരാതി നൽകിയിട്ടുണ്ട്. ഓപ്പൺ ഡിഫൻസ് വിപിൻ വിജയനും മറ്റ് വിദ്യാർത്ഥികളും ചേർന്ന് അലങ്കോലപ്പെടുത്തിയെന്നാണ് വിജയകുമാരി ചാൻസലർക്ക് നൽകിയിരിക്കുന്ന പരാതി. 24 തിരുവനന്തപുരം. ഗുജറാത്തിൽ പശുവിനെ കശാപ്പ് ചെയ്തതിന് 3 പേർക്ക് ജീവപര്യന്തം തടവും 6 ലക്ഷം രൂപ പിഴയും ശിക്ഷ. അംറേലിയിലെ സെഷൻസ് കോടതിയാണ് കടുത്ത ശിക്ഷ വിധിച്ചത്. അക്രം സോളങ്കി, ക്വാസിം സോളങ്കി, സത്താർ സോളങ്കി എന്നിവർക്കെതിരെയാണ് ശിക്ഷാവിധി. ഇവരുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് പശുക്കളെ കശാപ്പ് ചെയ്തതിന്റെ തെളിവുകൾ കിട്ടിയത്. 2023 നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 2017 ഗോസംരക്ഷണ നിയമത്തിൽ സംസ്ഥാന സർക്കാർ ഭേദഗതി ചെയ്തതും ജീവപര്യന്തം ശിക്ഷ കൂട്ടിച്ചേർത്തതും. ഈ റിപ്പോർട്ടോടെ 1 PM ന്യൂസ് അവസാനിക്കുന്നു.